ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇന്ന് നടന്ന ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ ആയിരുന്നു ഞാൻ വന്നിരിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ 2025 ഫിസിക്സ് എക്സാം +2 ഫിസിക്സ് എക്സാം ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഫിസിക്സ് എക്സാം നടന്നത് എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ? എക്സാം പേപ്പർ കണ്ട് മോഡറേറ്റ് ആയിരുന്നു, കുഴപ്പമില്ല. എനിക്ക് പറയാൻ വന്നത് എക്സാമിനെ കുറിച്ചല്ല, എക്സാം ക്വസ്റ്റ്യനെ കുറിച്ചല്ല, എക്സാം ടൈം ടേബിളിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസം ഫിസിക്സ് എക്സാം നടത്തിയിരിക്കുകയാണ്. 14 ചാപ്റ്റർ, അതിൽ ഡെറിവേഷൻസ്, ന്യൂമെറിക്കൽസ്, സ്റ്റേറ്റ്മെൻറ്റ്, ലോ, അത് ഇത് അങ്ങനെ കുറേ ഉണ്ട്. അത് മൊത്തം പഠിച്ച് തീരാൻ പറ്റുമോ? പിന്നെ വേണ്ടിട്ട് ചില ക്വസ്റ്റ്യൻസ് വന്നിട്ട് ട്വിസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് നേരെ മനസ്സിലായില്ല 27ാമത്തെ ബി ഒക്കെ എന്താണ്, എനിക്ക് ഇപ്പോഴും കത്തിയില്ല. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ട്വിസ്റ്റായിട്ട് വന്ന കാരണം കോൺഫിഡൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസും എഴുതാൻ നേരം പറ്റിയില്ല. എനിക്കിപ്പോൾ പറയാനുള്ളത് അങ്ങനെയൊന്നും ഇല്ല, കാരണം നമ്മൾ കുക്ക്ഡായി. ആദ്യ സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട്, ഹിന്ദി എക്സാം കഴിഞ്ഞ ഉടനെ. അതേപോലെ ബയോളജിക്കാരും പെട്ടിരിക്കുകയാണ്, അവർക്കും വെള്ളിയാഴ്ചയാണ് എക്സാം. സോ നമ്മുടെ എക്സാം ടൈം ടേബിൾ നമ്മൾ നല്ലോണം മാർക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പ്രതികരിക്കണം. 23-25 ബാച്ച് വി ആർ കുക്ക്ഡ്, ലിറ്ററലി വി ആർ കുക്ക്ഡ്. സത്യം പറഞ്ഞാൽ +1 മാത്സ് ആയിരുന്നു, +2 ഫിസിക്സ് ഇങ്ങനെ വന്നു, പിന്നെ മാത്സ് ഇങ്ങനെ വരെ അറിയില്ല. ഫസ്റ്റ് എക്സാമേ ഫിസിക്സ്, അപ്പോൾ ഫസ്റ്റ് എക്സാമേ കോൺഫിഡൻറ്റിൽ കുട്ടികളുടെ കുറച്ചു. പിന്നെ മോഡൽ എക്സാമിന് എന്താ ഫിസിക്സ് നല്ല എളുപ്പത്തിൽ വന്നു, പിന്നെ നല്ല എളുപ്പത്തിൽ വന്നു. ഒരു സിമ്പിളായിട്ട് A+ ഫുൾ മാർക്ക് അടിക്കാനും പറ്റും. അങ്ങനെ വന്നിട്ട് ഫിസിക്സ് എക്സാം പബ്ലിക്കിന് ഇങ്ങനെ ടഫാക്കാൻ പറ്റുമോ? ടഫാക്കാൻ ഒക്കെ ഓക്കെ, ഈ ടൈം ടേബിളാണ് പ്രശ്നം സത്യം പറഞ്ഞാൽ. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്. ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടുന്നത് ഉള്ളു തോന്നുന്നു ചില ക്വസ്റ്റ്യൻസൊക്കെ. പക്ഷെ അത് പഠിക്കണ്ടേ? ഞങ്ങൾക്ക് വെറുതെ വായിച്ചിട്ട് പോവുകയാണ്. ഒറ്റ ദിവസത്തിനുള്ളിൽ 14 ചാപ്റ്റർ പഠിക്കാൻ പറ്റുമോ? അതിൽ 14 ചാപ്റ്ററിൽ ഡെറിവേഷൻസും ഉണ്ട്, ന്യൂമെറിക്കൽസും ഉണ്ട്. എന്താ പറയപ്പോൾ, എനിക്കൊന്നും പറയാനില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം അനലൈസ് ചെയ്യാം. സോ ഗൈസ്, ആദ്യം തന്നെ ഒന്നാമത്തെ സെക്ഷൻ 1 മാർക്കിൻ്റെ സെക്ഷൻ. 1 മാർക്കിൻ്റെ സെക്ഷനൊക്കെ അത്ര കുഴപ്പമില്ലാതെ തോന്നുന്നു. ഇത് കണ്ട, ആദ്യത്തെ ഇതൊക്കെ സിമ്പിളായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് 0, ലെൻസസ് ലോ, ഇതൊക്കെ ഓക്കെയാണ്. ആവറേജ് ആയിരുന്നു, ആവറേജ് അല്ല, സിമ്പിൾ തന്നെയായിരുന്നു, നല്ല എളുപ്പം. പിന്നെ വേണ്ട 8ാമത്തെ വേണ്ട ഇത് കുറച്ച് റിലേഷൻഷിപ്പ്, ഇതൊക്കെ നേരെ പഠിക്കണമായിരുന്നു. പിന്നെ ഇതൊക്കെയാണ്. ഇത് പവർ ഡെസിപ്പേറ്റഡ് എന്താണ് കറക്റ്റായിട്ട് അറിയില്ല, 0 കൊടുത്തിട്ടുണ്ട്. ഇതും ഇതൊക്കെ ഇതിനെന്തോ എഴുതിയില്ല. പിന്നെ ഈ 14ാമത്തെ ഒക്കെ ഈ ചാപ്റ്ററിനൊന്നും സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. ഇതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്നത്? ന്യൂമെറിക്കൽസ് ചോദിച്ചു ഗൈസ് ഈ ചാപ്റ്ററിന്, എനിക്ക് അറിയില്ല അങ്ങനെ ചോദിക്കുന്നു. ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ആരും. പിന്നെ ഇതൊക്കെയാണ്, ഇത് സിമ്പിളാണ്. 3 മാർക്കിൻ്റെ എഴുതുന്നത് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പൊട്ടൻഷ്യൽ ഇത് കുഴപ്പമില്ല, സിമ്പിളായിരുന്നു ഇതായിരുന്നു. പിന്നെ ഗ്രാഫൊക്കെ ചോദിച്ചു, എനിക്കെന്താ അറിയില്ല, ഞാൻ വിട്ടു. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ എനിക്കറിയായിരുന്നു, ടോയ്ക്കൽ ടൈം ക്രോസ് ബി മറന്നു അപ്പോഴത്തേക്കും, അത് വിട്ടു. പിന്നെ ഹാഫ് വേവ് റെക്ടിഫയർ, പിന്നെ ഇത് കുഴപ്പമില്ല. ഇതെന്താ സംഭവം മനസ്സിലായില്ല. ഇതൊക്കെയാണ്. ബി എന്താണ് കറക്റ്റായിട്ട് എനിക്ക് ഇപ്പോഴും കത്തിയില്ല. എക്സ് വൈ ആണോ ആൻസർ, അത് വി ആണോ, എന്തോ ഇട്ടുണ്ട്. ഇതിലെനിക്ക് മാർക്ക് പോകും. പിന്നെ ഇതൊക്കെ ഇതിനെഴുതിയില്ല. ഇതൊക്കെയാണ്. ബട്ട് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഇത് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാണ്ടാണ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊന്നും സാധാരണ കാണാറില്ല. പക്ഷേ ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടും തോന്നുന്നു. എനിക്ക് കിട്ടി, ഞാൻ ചെയ്തു. ഇത് -70.5 എത്ര കിട്ടും കൂളം? -70.5 × 10⁻², എത്ര കിട്ടും? പിന്നെ 27ാമത്തെ ലോറൻസ് ഫോഴ്സ്, എനിക്ക് അതൊക്കെയാണ് ഏകദേശമാണ്, എല്ലാ കുട്ടികൾക്കും അറിയാം. ബി എന്താ സംഭവം മനസ്സിലായില്ല, കാണുമ്പോഴേ മണ്ടായിരുന്നു. ഇതൊന്നും സാധാരണ ചോദിക്കാറില്ല ഗൈസ്, ഞാനൊന്നും പ്രതീക്ഷിക്കാണ്ട പോയത്. ഇതൊക്കെ എന്ത് സംഭവം? പിന്നെ ഫേസ് ഇതൊക്കെയാണ്, ഇതും മനസ്സിലായില്ല. 28B എന്താ സംഭവം, എനിക്ക് കറക്റ്റായിട്ട് ഫ്രീക്വൻസിയോ ഇതെന്താ റെസണൻസിൽ ചോദിച്ചിരിക്കുകയാണോ, കറക്റ്റായിട്ട് മിന്നിയില്ല എപ്പോഴും. പിന്നെ 29 അത് പ്രിസത്തിൻ്റെ മൊത്തം എഴുതണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയോ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്, കിട്ടിയ ഭാഗ്യം.
ഇതൊക്കെയാണ്. ഈ 28 ബിയും പിന്നെ 27 ബിയും കുറച്ച് ടഫായി വന്നു. ഗൈസ് കണ്ടില്ലേ ക്വസ്റ്റ്യൻസ് പേപ്പറൊക്കെ? ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മോഡറേറ്റ് ലെവൽ തന്നെയാണ്. ഈസി ലെവലായിരുന്നു ആദ്യത്തെ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെയൊക്കെ. പിന്നെ ചിലത് വന്നിട്ട് കുറച്ച് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുഴപ്പമില്ലാത്ത എന്താ പറയുക മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഈ പഠിക്കാൻ ടൈം ടേബിൾ കുറച്ച് വലിയ പ്രോബ്ലം തന്നെയായിരുന്നു. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലായില്ല. എന്താ പറയുക, ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കി ആയിരുന്നു. മനസ്സിലായല്ലോ? അത് കുറച്ച് കൂടുതൽ തിങ്ക് ചെയ്യാനും കുറച്ച് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാനും ഉണ്ടായിരുന്നു. ഈ എക്സാമൊക്കെ കഴിഞ്ഞു ഗൈസ്. പിന്നെ ഈ എക്സാം ഞങ്ങളുടെ ആദ്യത്തെ എക്സാമുകളായി എഴുതി കാരണം ഇംഗ്ലീഷ് ആയിരുന്നു. ഫിസിക്സ് കുറച്ച് ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നല്ല താഴ്ന്നു പോയിരിക്കുകയാണ്. ഇന്നുള്ള എക്സാമിന് എങ്ങനെ പെർഫോം ചെയ്യും, ഇത്രയും പഠിച്ചിട്ട് കിട്ടില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡും കൊണ്ടുണ്ട് ഈ എക്സാം ഞങ്ങളെ സമ്മാനിച്ചു. ബട്ട് എനിവേ നമ്മൾക്ക് ഗ്രൈൻഡ് ചെയ്ത് ചെയ്യാനേ പറ്റുള്ളൂ, അത്ര പറയുള്ളൂ. ഇന്നും കുറേ എക്സാം വരാനുണ്ടല്ലോ, അതും ഇതേപോലെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. നല്ലോണം ഇങ്ങനെ ആയിരിക്കും പറഞ്ഞ് നല്ലോണം പഠിക്കുക ഗൈസ്. നമുക്ക് പഠിക്കാനുള്ള വീഡിയോ ചെയ്യുന്നു ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ലവ് ടു ഹിയർ. ബൈ.